എല്ലാവർക്കും ഇത്തരം ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത? അതില് പ്രതികളായിട്ടുള്ള വേറെയും പേരുണ്ട്. അവരുടെ എല്ലാ ന്യായങ്ങളും ഇതുപോലെ സ്വീകരിക്കപ്പെടുമോ? എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? അപ്പോ ഒരു കാര്യം, സാധാരണ ജാമ്യം ഹർജിയിലെ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കില്ല. അതാണ് ഒരു പ്രാഥമികമായ തത്വം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ കേസ് അന്വേഷണം നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും അന്വേഷണം അങ്ങേയറ്റം കാര്യക്ഷമമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും മറ്റാർക്കും പങ്കുവച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഹൈക്കോടതിയുടെ 2 അംഗ ദേവസ്വം ബെഞ്ചാണ്. അപ്പോ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഞാൻ എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിച്ചത്. അതാ പറഞ്ഞത്, ഞാൻ ഇപ്പോ കേസിൽ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ആളെ അല്ല വിശ്വസിക്കുന്നത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കുന്നത്.